നമ്മ എഞ്ചിൻ ഡിസൈൻ ചെയ്യും. അതെന്റെ ഞാൻ ഓടിക്കുകയും ചെയ്യും. നിനക്കറിയാൻ പാടില്ല ഞാനിവിടെ എഞ്ചിൻ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് ദിവസങ്ങളായിട്ട്. ഉണ്ടാക്കിയില്ല ഇതുവരെ? ഉണ്ടാക്കാൻ തുടങ്ങി, പക്ഷേ അതിലും നല്ല ഉണ്ടാക്കാൻ വേണ്ടി അതങ്ങ് വേണ്ടെന്ന് വെച്ചു. നടക്കട്ടെ. ഞാനേ നിനക്കൊരു സ്റ്റോറി വായിച്ചിട്ടുണ്ട്, അടിപൊളിയോ, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. പണിയൊക്കെ കഴിഞ്ഞ് രാത്രി ഫ്രീ ആകുമ്പോൾ നോക്കിയേക്കാം. ഓഹ്, 100 മെസ്സേജ് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കാം. കാളവണ്ടി. ഒരു യുവാവ് അഭിനയിക്കണം എന്ന മോഹവുമായി എക്സ് എന്ന സ്ഥലത്തേക്ക് വണ്ടി കയറി. അവിടെയെത്തി വൈ എന്നൊരു സംവിധായകനെ കണ്ടെത്തി ആഗ്രഹം അറിയിച്ചു. അതിനൂതനമായ കഴിവുകൾ കണ്ടതോടെ വൈ ചില ഉപദേശങ്ങൾ നൽകി യുവാവിനെ തിരികെ അയച്ചു. ഇന്നെന്തൊരു വലിയ വര മതി, മടുത്തു കിടന്നേക്കാം. ചെയ്ത ഫ്രഷ് ഞാൻ ചെന്നു. അപ്പോൾ കുറച്ചുകൂടി ലാഗണം പോലും. ലാഗി എനിക്കിപ്പം പറ്റണ വേ. എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ എൻജിൻ പണിയുടെ തിരക്കിലായിരുന്നടാ. അതൊന്നും ഇന്നും ഉണ്ടാക്കില്ല? നല്ല ഒരെണ്ണം ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു, പക്ഷേ അതിലും നല്ല ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി അതങ്ങ് വേണ്ടെന്ന് വെച്ചു. ഓഹോ, പിന്നെ ഞാൻ അയച്ച സ്റ്റോറി വായിച്ചായിരുന്നോ? എങ്ങനെയുണ്ട്? ഇൻ്റർവെൽ വരെ. ബാക്കി ഫ്രീ ആകുമ്പോൾ വായിച്ചേക്കാം. വീട്ടിലെത്തിയ യുവാവ് അലമാരച്ചില്ലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഡയലോഗ്സ് കൊണ്ടുപോകും. പോക്കും വരവുമൊക്കെയായി മാത്സ് അങ്ങ് പോകും. മദ്യപിക്കുമ്പോൾ കെമിസ്ട്രി നടക്കും. ബയോളജി പിന്നെ സെൻസർ ബോർഡ് നടത്താൻ സമ്മതിക്കില്ല. പിന്നെയുള്ളത് ഫിസിക്സാണ്. ബലം ഇല്ലാതെ എന്ത് ഫിസിക്സ്? ബലം പ്രയോഗിക്കേണ്ടി വരും. അറിയാൻ പാടില്ലേ, മിണ്ടായിരിക്കണോ. പ്ലാനും എഞ്ചിനീയറും ഇല്ലാണ്ട് വീട് പണിത 2 മേസ്തിരി പയ്യന്മാരുണ്ട്. എടാ നീ കേൾക്കിത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്കൊരു നല്ല എഞ്ചിൻ ഉണ്ടാക്കണം. ഇത്രയും ദിവസവും നീ ഉണ്ടാക്കുമല്ലായിരുന്നോ? അപ്പം എനിക്ക് അതിലും നല്ല എഞ്ചിൻ ഉണ്ടാക്കത്തില്ലേ? എന്നാൽ പിന്നെ അതിലും നല്ല എഞ്ചിൻ ഉണ്ടാക്കാമല്ലോ. ഓഹോ, നടക്കട്ടെ കാര്യങ്ങൾ. ആ സ്റ്റോറിയുടെ ക്ലൈമാക്സ് വായിച്ചായിരുന്നോ നീ?
ഇങ്ങനെ അവസാനം യുവാവിനൊരു കാര്യം മനസ്സിലായി. ഇത്രയും കാലത്തിനിടയിൽ ശരാശരി ദിവസത്തിൽ ഒന്നു വീതം വീട്ടിലെ ക്ലോസറ്റിൽ താൻ കാര്യം സാധിച്ചിട്ടുണ്ടാകും. ഇടയിൽ ഒരു കാര്യം മറക്കരുതേ. 1.111 അങ്ങനെ സംഭവം ഉണ്ട്. 1 റൗണ്ട് ഫിഗർ ആണ്. ഈ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ സ്വന്തം കക്കൂസിൽ കാര്യം സാധിക്കാൻ വരെ ക്ലാസ്സിന് പോകേണ്ട അവസ്ഥയാ. പഠിച്ചൊന്ന് പ്രൊഫഷണലായിട്ട് വേണം ഇനി സ്വന്തമായിട്ടൊന്ന് ഇരുന്ന് ഈ ഇൻറ്റീരിയറിൽ സംവിധായകനും നടനുമൊക്കെ ഞാൻ തന്നെ. എൻ്റെ കൺഫ്യൂഷൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല. ഇതിലിപ്പോൾ ഏതെഞ്ചിനാദ്യം ഉണ്ടാക്കണം ഞാൻ? അതാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം.